ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണിത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്വീറ്റ് കോൺ ആണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ സ്വീറ്റ് കോൺ ആണ്. ഫ്രഷ് സ്വീറ്റ് കോണും എടുക്കാവുന്നതാണ്. ഇതിനി നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇത് മൈക്രോവേവ് ഓവനിൽ 3 മിനിറ്റ് വെച്ച് വേവിച്ചെടുത്തതാണ്. ഒന്നുകിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം, ഇല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്കിട്ട് 3 മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചതച്ചെടുക്കണം. അപ്പോൾ ഇളം ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതുപോലൊന്ന് ചതച്ചെടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഇതുപോലെ ചതച്ചെടുക്കാനായിട്ട്. ഇത്രയും മതി. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഒരു 10-12 ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇടികല്ലിലിട്ട് ചതച്ചെടുക്കാവുന്നതാണ്. ഇതിനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1-2 സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇത് കോട്ട് ചെയ്തെടുക്കാനുള്ള ബ്രെഡ് ക്രംസ് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ 3-4 സ്ലൈസ് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ള മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോണിലേക്ക് ചേർക്കാനുള്ളത് ഷ്രെഡഡ് ചീസാണ്. അപ്പോൾ 2 പിടിയോളം ഷ്രെഡഡ് ചീസ് ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഒരു ബൈൻഡിങ്ങിനായിട്ട് കോൺഫ്ലോറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിലായി കിട്ടണം. ഒന്നുകിൽ ഇതുപോലെ ബോൾസായിട്ടോ അല്ലെങ്കിൽ കട്ട്ലറ്റ് പോലെ പരത്തിയിട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഉരുട്ടിയെടുത്ത് ബ്രെഡ് ക്രംസിലും മുട്ടവെള്ളയിലുമൊക്കെ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്? നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയാണ്. ഇനി ആദ്യം മുട്ടയുടെ വെള്ളയിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒന്നുകൂടി മുട്ടയുടെ വെള്ളയിൽ കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്തെടുക്കണം. എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 പ്രാവശ്യം ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നത്. എന്നാലും ചില സമയത്തൊക്കെ പൊട്ടിപ്പോവാറുണ്ട് കേട്ടോ. ഇങ്ങനെ ബോൾസാക്കി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കി ഈ ബോൾസ് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബോൾസ് ഇതിലേക്കിട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റി വെച്ച് കൊടുക്കണം. ഇനി ഒരു സൈഡ് ലൈറ്റ് ഗോൾഡൻ കളർ ആയതിനു ശേഷം മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. തിരിച്ച് മറിച്ച് ഇട്ട് നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. 1-2 എണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്കിത് കോരി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.